Dear children, very good morning all. Once more all welcome to Cost and Management Accounting new video classroom. Today we are going to discuss fifth module section 2 marginal costing. Costs can be broadly classified into fixed and variable. Variable costs are those costs which vary directly in proportion to the changes in the volume of production. In marginal costing, fixed costs are excluded. This means that only variable costs are charged to products. The fifth module second part ആണ് marginal costing. Marginal costing means variable cost. That means marginal cost is equal to variable cost. കോസ്റ്റ് സാധാരണഗതിയിൽ രണ്ട് തരത്തിലാണുള്ളത്, പ്രധാനമായും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻസിൻ്റെ വോളിയം അനുസരിച്ച് കൊണ്ട് വാരി ചെയ്യുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ 100 യൂണിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റും 1000 യൂണിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റും ഡിഫറൻഷ്യേറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റും. ദെൻ അതിനകത്ത് ഒരു പോർഷന് ഫിക്സ്ഡ് ആണ്, അത് 1000 യൂണിറ്റ് ഉണ്ടാക്കിയാലും ആ ഒരു റേറ്റ് ആണ്, 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഒരു റേറ്റ് ആയിരിക്കും. അതാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രൊഡക്ഷൻസിൻ്റെ വോളിയം അനുസരിച്ച് കൊണ്ട് ചില കോസ്റ്റുകൾ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ആവുന്നു. ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ആവുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്. മാർജിനൽ കോസ്റ്റിംഗിൽ എന്ത് ചെയ്യുന്നു? ഫിക്സ്ഡ് കോസ്റ്റിനെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ദെൻ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോഡക്ട്സ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ മേലെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അതിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ലൈക്ക് ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് എക്സെട്ര. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു മെത്തേഡ് അല്ല മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ലൈക്ക് ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നതിനുള്ള ഒരു ടെക്നിക്സ് ആണ് മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഒരു കമ്പനിയിലെ മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കുവാനുള്ള ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോസ്റ്റ് ടു മെഷർ ദ പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ ഫേമിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്, ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത്, അപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ് മിനിമൈസ് ചെയ്ത് പോകുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. So it can be used in conjunction with other techniques like standard costing, budgetary control, etc. ബജറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബജറ്ററി കൺട്രോൾ, അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അത്തരത്തിലുള്ള ഒരു ടെക്നിക്സ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then meaning and definition of marginal cost. Marginal cost is the additional cost of producing an additional unit. അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അഡീഷണൽ ചാർജ് ചെയ്യുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ദെൻ ഡെഫിനിഷൻ. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, ലണ്ടൻ, ഡിഫൈൻ മാർജിനൽ കോസ്റ്റ്. The amount at any given volume of output by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. ഇപ്പോൾ ഓരോ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മേലെ ചാർജ് ചെയ്യുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ്. അപ്പോൾ കോസ്റ്റ് പ്രൊഡക്ഷൻ്റെ വോളിയം കുറയ്ക്കുകയാണെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ്റെ വോളിയം കൂട്ടുകയാണെങ്കിൽ എത്രയാണോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിന് അഡീഷണൽ കോസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. Marginal cost is also known as variable cost because an increase in 1 unit in production will cause an increase in variable cost only.
Then meaning and definition of marginal costing. Marginal costing is a technique whereby marginal costs are ascertained. In this technique of costing, only variable costs are charged to cost units. ഇപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മാർജിനൽ കോസ്റ്റ് അപ്ലൈ ചെയ്യണം. മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, charged to cost unit, while fixed costs are written off against a fund called contribution. Then definition: Institute of Cost and Management Accounts, London. The ascertainment by differentiating between fixed cost and variable cost, of marginal cost, and of the effect on profit of changes in volume or type of output. Marginal costing is a technique of costing which differentiates between fixed cost and variable cost and charging only variable cost to products. Then next part, cost volume profit analysis. The profit of a firm depends upon many factors. The important factors determining profit are selling price, sales volume, variable cost per unit, fixed cost, sales mix, etc. The profit of a firm depend upon many factors. ഒരു യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഒന്ന് സെല്ലിംഗ് പ്രൈസ്, രണ്ടാമത്തത് സെയിൽസിൻ്റെ വോളിയം, മൂന്ന് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, that means additional cost, fixed cost, sales mix, etc. For analyzing the impact of these factors on profit, management applies some techniques. One of the important technique is CVP analysis. CVP analysis means cost, volume, profit analysis. Then what are the elements of CVP analysis? CVP stands for cost, volume, profit analysis. Then CVP analysis establishes a relationship among cost, volume of output and profit. It evaluates the effect on profit due to changes in cost and volume of output. To know the CVP relationship, a study of the following is necessary. എലമെൻറ്റ്സ് എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്പർ 1 മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, നമ്പർ 2 കോൺട്രിബ്യൂഷൻ, നമ്പർ 3 ബ്രേക്ക് ഈവൻ അനലൈസിസ്, നമ്പർ 4 പ്രോഫിറ്റ് വോളിയം റേഷ്യോ, നമ്പർ 5 ബ്രേക്ക് ഈവൻ ചാർട്ട്. അഡീഷണൽ ആയിട്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഉണ്ട്. ആ രണ്ട് ടോപ്പിക്ക് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനില്ല. ദെൻ marginal cost equation. Sales is equal to total cost plus profit. Sales എല്ലായ്പ്പോഴും total cost plus profit ആണ്. Total cost means fixed cost and variable cost. അപ്പോൾ fixed cost plus variable cost plus profit, that's equal to sales. Total cost is equal to variable cost plus fixed cost. Then contribution is equal to sales minus variable cost. നമുക്ക് കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നു. അതർവൈസ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ മേലെ പ്രോഫിറ്റ് ആഡ് ചെയ്താലും കോൺട്രിബ്യൂഷൻ കിട്ടും. ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് ഫിക്സ്ഡ് കോസ്റ്റ്? ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. ദെൻ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് fixed cost. Variable cost is equal to sales minus contribution. Then contribution. Contribution is very important concept in marginal costing. It refers to excess of sales over variable cost. Contribution refers to excess of sales over variable cost. That means sales minus variable cost will get contribution. It is not the final profit. It is the marginal profit. Contribution is also known as
gross margin. Contribution can be expressed either as per unit or in total. Contribution രണ്ട് രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്നുകിൽ per unit or in total. Contribution per unit is the difference between selling price per unit and the variable cost per unit. Total contribution is the difference between total sales value and total variable cost. Third point, break-even analysis. Break-even analysis is the most widely used technique of cost volume profit analysis. Break-even analysis establishes the relationship between revenues and cost with respect to volume. It indicates the level of sales at which total costs are equal to total revenue. Break-even point എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ break-even analysis എന്ന് പറയുന്നത് സെയിൽസും കോസ്റ്റും തമ്മിലുള്ള സിമിലാരിറ്റീസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ജനറേറ്റ് ചെയ്തു എന്ന് പറയാം. The term break-even analysis is interpreted in narrow as well as in broad sense. In its narrow sense, it is concerned with finding out the break-even point. Break-even point is the point at which total sales revenue is equal to total cost. It is the point of no profit, no loss. In its broad sense, it means a system of analysis which is used to determine the probable profit at different levels of activity. It shows the behavior of cost and profit at varying level of activity. അതായത് കോസ്റ്റും അതിൻ്റെ പ്രോഫിറ്റും തമ്മിലുള്ള വേരിയേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ബ്രോഡ് സെൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രേക്ക് ഈവൻ അനലൈസിസ് may be defined as a method of studying the relationship amongst sales revenue, fixed cost and variable cost to determine the level of activity at which costs are equal to sales revenue. The break-even analysis may be expressed in graph such as break-even chart or profit graph or in statement form as follows. Marginal cost statement. Sales less marginal cost, that is direct material, direct labor, variable overhead. That means sales minus marginal cost is equal to variable cost. Sales minus variable cost will get contribution. Contribution minus fixed cost will get either profit or loss. Then, how to calculate break-even point? The calculation of break-even point is the foundation stone of break-even analysis. Break-even point is the point or level of activity at which the total cost is equal to total revenue. It is the point of no profit, no loss. Break-even point എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റാണ്. ഇപ്പോൾ കോസ്റ്റ് 100 രൂപയാണെങ്കിൽ അതിൻ്റെ റവന്യൂ 100 രൂപ. അപ്പോൾ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. It is an equilibrium or balancing point. It is the point at which losses ceases and profits begins. If sales go up beyond the break-even point, firm makes a profit. If sales come down, firm incurs a loss. Then calculation of break-even point. There are two methods of calculating break-even point. Number 1, algebraic method. Number 2, graphic method or break-even point in chart. Then algebraic method. Under algebraic method, break-even point is ascertained by using mathematical formula. In break-even point can be computed in terms of units or in terms of rupee value or as a percentage of installed capacity. And in case of break-even point in units, the following formula is used to find break-even point in units. That is fixed expenses divided by contribution per unit. Then
break-even point in rupees. The following formula is used to find break-even point sales or in rupees. That is fixed expenses divided by contribution into sales. The next topic, calculation of output to earn a desired amount of profit. Profit calculate ചെയ്യാണ്. That means calculation of output to earn desired amount of profit. നമുക്കൊരു നിശ്ചിത തുക പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാണ്. അതിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ സർട്ടൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആയതിനെ ടാർഗറ്റ് ചെയ്യാണ്. ആ ഒരു പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ നടത്തണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. സോ ദ ഫോർമുല ഈസ് ഫിക്സഡ് കോസ്റ്റ് plus profit, that means desired profit divided by contribution per unit. Then in case of calculation of sales value to earn a desired profit, that means in rupees, fixed cost plus desired profit divided by contribution into sales.